Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 4. Module 4 നമ്മൾ 3-phase induction മോട്ടറിന്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So today we are entering to slip. Okay, എന്താണ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത്? Slip can be defined as the difference between the synchronous speed ns of the rotating state of field, okay, to the actual rotor speed n. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ലിപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് ഏതിന്റെ സ്പീഡാണ്? നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ റോട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി സിങ്ക്രോണസ് സ്പീഡിനേക്കാളും കുറവായിരിക്കും. അത് എന്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? എൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. സോ എൻ എസും എന്നും ഓക്കെ, അതിന്റെ ഡിഫറൻസിനെ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അതിന്റെ പരിപാടിയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ns മൈനസ് n ഡിവൈഡഡ് ബൈ ns ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. അതാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ns മൈനസ് n, ദിസ് ഈസ് ആക്ച്വലി വി കോൾ ഇറ്റ് ആസ് സ്ലിപ്പ് സ്പീഡ്. ഓക്കെ, ഇഫ് റോട്ടർ ഈസ് അറ്റ് സ്റ്റേഷനറി, ഓക്കെ, റോട്ടർ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കാം. അതിന്റെ മീനിങ് എന്താണ്? സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ റോട്ടർ കറങ്ങുന്നില്ല, ദാറ്റ് ഈസ് അതിന്റെ സ്പീഡ് 0 ആയിരിക്കും. n ക്യാൻ ബി ഈക്വൽ ടു 0. സോ n ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. n ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? ns ഡിവൈഡഡ് ബൈ ns ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 100. അതായത് സ്ലിപ്പിന്റെ വാല്യൂ ഒന്നെങ്കിൽ 1 ആയിരിക്കും, ഓർ വി ക്യാൻ എക്സ്പ്രസ് ആസ് 100%. പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ ചേഞ്ച് ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് പറയുകയാണെങ്കിൽ ഹാർഡ്ലി അബൌട്ട് 0.1% ടു 3%. ഓക്കെ, അത്രയും ചെറിയൊരു ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് എസെൻഷ്യലി എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്സ് റിഗാർഡിംഗ് സ്ലിപ്പ് ഓഫ് ദ 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, ഇനി നമുക്ക് റോട്ടർ കറന്റ് ഫ്രീക്വൻസി എന്താന്ന് നോക്കാം. ഓക്കെ, റോട്ടർ വേറൊരു സ്പീഡിലാണ് കറങ്ങുന്നത്, അതായത് nsനേക്കാളും കുറഞ്ഞൊരു സ്പീഡിലാണ് റോട്ടർ കറങ്ങുന്നത്. ഓക്കെ, സോ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ദ ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ് ഓർ കറന്റ് ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു എങ്ങനെയാണ് റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ വൈൻഡിങ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F ഈക്വൽ ടു Pn ഡിവൈഡഡ് ബൈ 120 ആണ്. ഓക്കെ, n എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് ദ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വൈൻഡിങ്, വേർ P ഈസ് ദ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റോട്ടർ സ്പീഡ് n, ഫോർ എ റോട്ടർ സ്പീഡ് n, റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആൻഡ് റോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ns മൈനസ് n ആയിരിക്കും. സോ കോൺസിക്വന്റ്ലി നമുക്ക് എന്ത് പറയാം? റോട്ടർ കറന്റ് ഫ്രീക്വൻസി f ഡാഷ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എങ്ങനെ? f ഡാഷ് ഈസ് ഈക്വൽ ടു n എന്തായിട്ട് മാറി? ns മൈനസ് n ആയിട്ട് മാറി. എന്തുകൊണ്ടാണ്? റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആൻഡ് റോട്ടർ, അതാണ് ns മൈനസ് n. അതുമായിട്ട് വിത്ത് റെസ്പെക്ട് ഉള്ള ഫ്രീക്വൻസിയെ ഞാൻ പറയുന്നത്. സോ ഫ്രീക്വൻസിയുടെ മെയിൻ ഇക്വേഷനകത്ത് n പകരം എന്ത് ഇട്ട് കൊടുത്തു? ns മൈനസ് n ഇൻറ്റു പി ഡിവൈഡ് ബൈ 120 ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ ചെയ്യുന്നത് ഒരു ns കൊണ്ട് ഞാൻ ഡിവൈഡും ചെയ്തു, ഒരു ns കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു. സോ ns ബൈ n ഇൻറ്റു ns മൈനസ് n ഡിവൈഡ് ബൈ 120 ഇൻറ്റു പി എന്നും കൂടെ ഉണ്ട് ഇവിടെ. സോ ഇവിടെ ഒരു പി മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. ഓക്കെ, സോ എന്തായിട്ട് അതിനകത്ത് ns മൈനസ് n ഡിവൈഡഡ് ബൈ ns. ഓക്കെ, ആക്ച്വലി ഇത് എന്താണ്? ns മൈനസ് n ഡിവൈഡ് ബൈ ns എന്തായി? സ്ലിപ്പായിട്ട് മാറി. സോ എസ് ഇൻറ്റു പിന്നെ ബാക്കിയുള്ള ഈ ns, പിന്നെ ഇവിടെയുള്ള വിട്ടുപോയ ഈ പി, ആ പിയും കൂടെ വരും. സോ എസ് ഇൻറ്റു ns ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 120. ഓക്കെ, സോ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു sf എന്ന് കിട്ടും. ഓക്കെ, ns ഇൻറ്റു പി ബൈ 120, ദിസ് ഇസ് ഫ്രീക്വൻസി എഫ്. സോ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു s ഇൻറ്റു എഫ്. നമുക്കത് എന്ത് പറയാൻ പറ്റി? റോട്ടർ കറന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇതാണ് റോട്ടർ കറന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഹാവിംഗ് 4 പോൾസ് ഈസ് കണക്റ്റഡ് ടു 50 ഹെഡ് സപ്ലൈ. സ്ലിപ്പ് എന്ന് പറയുന്നത് 0.04 ആണ്. കാൽക്കുലേറ്റ് സ്പീഡ് അറ്റ് വിച്ച് റോട്ടർ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്.
ഓക്കെ. നമ്പർ ഓഫ് പോൾസ് പി ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. സ്ലിപ്പ് 0.04 ആണ്. നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് സ്പീഡ് അറ്റ് വിച്ച് റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ്. റോട്ടർ കറങ്ങുന്ന സ്പീഡ് എന്നാ ചോദിച്ചത്. നമുക്ക് എന്ത് വേണ്ടി വരും? സിങ്ക്രോണസ് സ്പീഡ് വേണ്ടി വരും. സിങ്ക്രോണസ് സ്പീഡ് NS is equal to 120 f/p. 120 into 50/4 1500 RPM എന്ന് കിട്ടും. റോട്ടർ കറങ്ങുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. ഓക്കെ. NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100 അതാണ് സ്ലിപ്പ്. ഓക്കെ. അതിനകത്ത് എനിക്ക് എന്ത് N ഈക്വൽ ടു NS ഇൻറ്റു 1 മൈനസ് S എന്ന് കിട്ടും എനിക്ക്. ഓക്കെ. സോ NS ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. S നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ 1500 ഇൻറ്റു 1 മൈനസ് 0.04 1440 RPM എന്ന് കിട്ടും. ഏതിന്റെ വാല്യൂ? റോട്ടർ കറങ്ങുന്ന സ്പീഡിന്റെ വാല്യൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 6-pole 3-phase induction motor runs at 950 RPM at full load when connected to 400 volt. A 50 Hz supply. Determine the following. എന്തൊക്കെയാണ്? സിങ്ക്രോണസ് സ്പീഡ് കാണണം, സ്പീഡ് ഓഫ് ദ സ്റ്റേറ്റർ ഫീൽഡ് ആൻഡ് റോട്ടർ ഫീൽഡ്, സ്ലിപ്പ്, ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറന്റ്. സിങ്ക്രോണസ് സ്പീഡ് NS is equal to 120 f/p. ഓക്കെ. 120 into 50 divided by 6 1000 RPM എന്ന് കിട്ടും. സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഫീൽഡ് ആൻഡ് റോട്ടർ ഫീൽഡ്. ഓക്കെ. സ്പീഡ് ഓഫ് സ്റ്റേറ്റർ ഫീൽഡ് ആൻഡ് റോട്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതിന് ഈക്വൽ ആണ്? സിങ്ക്രോണസ് സ്പീഡിന് ഈക്വൽ ആണ്. സോ NS is equal to 1000 RPM. ഓക്കെ. ഇനിയുള്ളത് സ്ലിപ്പാണ് അടുത്ത ഘട്ടത്തിൽ ചോദിച്ചത്. സ്ലിപ്പിന്റെ ഇക്വേഷൻ NS minus N divided by NS. So 1000 divided by 950 divided by 1000. Sorry, 1000 minus 950 divided by 1000. 0.05 എന്ന് കിട്ടും. സ്ലിപ്പ് എന്നേ പറഞ്ഞു. പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ 0.05 ഇട്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറന്റ്. S അറിയാലോ. F dash is equal to S into F. So 0.05 into 50 2.5 ഹെഡ്സ് എന്ന് കിട്ടി. ഓക്കെ. നെക്സ്റ്റ്, എന്തുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടോർ സിങ്ക്രോണസ് സ്പീഡിൽ കറങ്ങുന്നില്ല? വൈ ഡസ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ കനോട്ട് റൺ അറ്റ് സിങ്ക്രോണസ് മോട്ടോർ? എങ്ങനെ പറയാം? ഒരു ഇൻഡക്ഷൻ മോട്ടോർ സിങ്ക്രോണസ് സ്പീഡിൽ കറങ്ങുന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്താ അവിടെ? റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ സ്റ്റേറ്റർ ഫീൽഡും റോട്ടർ കണ്ടക്ടറും എന്ന് പറയുന്നത് എന്താണ്? 0 അല്ലേ? ഉണ്ടോ? രണ്ടും തമ്മിൽ ഈക്വൽ ആയി പോയില്ലേ? റിലേറ്റീവ് സ്പീഡ് ഇല്ല എന്ന് പറയാം. സോ there is no induced EMF. ഇൻഡ്യൂസ്ഡ് EMF ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല, കറണ്ട് ഇല്ലെങ്കിൽ ടോർക്ക് ഇല്ല. അപ്പൊ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് അവിടെ അതിനൊരു പോസിബിലിറ്റിയേ ഇല്ല. സോ ഇൻഡക്ഷൻ മോട്ടോർ ഓൾവേസ് റൺസ് അറ്റ് എ സ്പീഡ് ലെസ് ദാൻ സിങ്ക്രോണസ് സ്പീഡ്. ഓക്കെ. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ലിപ്പ് എന്താണ്, റോട്ടർ കറന്റ് ഫ്രീക്വൻസി എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ എന്തുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടോർ സിങ്ക്രോണസ് മോട്ടറിൽ കറങ്ങുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. വീഡിയോസ് ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.